യുദ്ധം തുടരുകയാണ്. ഇറാനിൽ മാത്രം 1400-ലധികം ആളുകൾ മരിച്ചുവെന്നാണ് കണക്ക്. ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണമുണ്ട്, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും മരിച്ചവരുടെ എണ്ണമുണ്ട്. പക്ഷേ യുദ്ധത്തിനിടക്ക് ഇപ്പോൾ സമാധാന ചർച്ചയാകാം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ അതേ അഭിമുഖത്തിൽ തന്നെ ഹോർമുസ് കടലിടുക്ക് ഞാൻ നശിപ്പിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നറിയില്ല. പക്ഷേ ഇറാൻ നൽകിയ മറുപടി ഈ യുദ്ധം എന്ന് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള നിലയിലേക്ക് അവരുടെ മറുപടിയും എത്തിയിട്ടുണ്ട്. മറുഭാഗത്ത് കിം ജോങ് ഉൻ, നോർത്ത് കൊറിയയുടെ പരമോന്നത നേതാവ് എന്നൊക്കെ പറയാം, അദ്ദേഹം ഇറാന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു ആണവ ശക്തിയാണ് നോർത്ത് കൊറിയ എന്ന് നമുക്കറിയാം. അങ്ങനെ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് മാറുമോ എന്നുള്ളൊരു ആശങ്ക ലോകത്താകെ പടരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ഇന്ന് വീണ്ടും ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാഹിബ്, ഈ യുദ്ധം ട്രംപിൻ്റെ പുതിയ നിലപാട് അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് തുടങ്ങി എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, തുടങ്ങിയ ദിവസം തന്നെ നമ്മൾ ഈ ഷോയിൽ പറഞ്ഞിരുന്നല്ലോ, അമേരിക്ക കുടുങ്ങുന്ന യുദ്ധമായിരിക്കും ഇതെന്നുള്ള കാര്യം. പക്ഷേ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡൻറ്റിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാം, അദ്ദേഹം എന്തെങ്കിലും ഒരു കൃത്യമായ പ്ലാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പദ്ധതി വെച്ചിട്ടോ അങ്ങനെ സംസാരിക്കുകയോ അങ്ങനെ ആക്റ്റീവോ ചെയ്യുന്ന ആളല്ല. എന്താണ്, ഔട്ട് ഓഫ് ഇമ്പൾസ്, അപ്പപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറയുക, അപ്പപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹത്തിന് ആകപ്പാടെ അറിയാവുന്നൊരു കാര്യം ഡീൽ മേക്കിംഗ് ആണ്, ബിസിനസ്സാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഡീൽ ഈസ് ഡൺ, ഞാനൊരു യൂഫോറിക് സിറ്റുവേഷനിൽ എത്തുന്നു. പുള്ളി തന്നെ എഴുതിയിട്ടുണ്ട് ആത്മകഥാ സ്വഭാവത്തിലുള്ള പുസ്തകത്തിൽ. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ആർട്ട് ഓഫ് ഡീൽ മേക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ളതാണ് ലോകം അനുഭവിക്കുന്ന ഇന്നത്തെ ഏറ്റവും ഒരർത്ഥത്തിൽ തമാശ പോലെ തോന്നാവുന്ന ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം ഇറാനിയൻ ലീഡർഷിപ്പ് അരകാഴ്ചയും പെഷസ്കിയാനും പറയുന്ന കാര്യമുണ്ടല്ലോ, യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക. ആ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ ഗതി അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ വിജയം പരാജയം അത് നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു ആ യുദ്ധത്തിൻ്റെ മോട്ടീവ്, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ആ ലക്ഷ്യം അറ്റൈൻ ചെയ്യുന്നതിൽ, അത് ഏതെങ്കിലും സ്വഭാവത്തിൽ ലക്ഷ്യത്തോട് അടുക്കുന്നതിലോ നേടിയെടുക്കുന്നതിലോ അത് എത്രത്തോളം വിജയിച്ചു, അതാണ് യുദ്ധത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ കരുതുന്ന ഒരു കൂട്ടരുള്ളത് നമ്മുടെ നാട്ടിലെ ഈ സംഘികളും കൃസംഘികളുമാണ്. അവരുടെ കാഴ്ചപ്പാട് യുദ്ധം എന്ന് പറഞ്ഞാൽ എത്ര ആളെ കൊല്ലാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ഡേ തന്നെ 160ഓളം കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറ്റിയില്ല സ്കൂളിൽ പോകാൻ പറ്റും. അപ്പോൾ അത് വൻ വിജയമാണ് എന്നൊരു ആഹ്ലാദം അവർ പങ്കുവെക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ആക്ടാണ്. അപ്പോൾ അതിൽ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ എയിംസ് ഉണ്ടാവും. ആ എയിംസ് അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവും, അല്ലെങ്കിൽ 2 എയിം ഉണ്ടാവും. അതെന്താണ് എന്നുള്ളതാണ്, അത് നേടിയെടുക്കുന്നതിൽ എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ വിജയം. ഇവിടെ എന്താണ് ഇതിൻ്റെ എയിം, ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് തന്നെ ധാരണയില്ല. ഇന്നലെ ജിമ്മി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഗോൾ പോസ്റ്റ് മാറ്റുന്നവർ 7-8 ലക്ഷ്യങ്ങൾ ഇതിനകം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഡേ പറഞ്ഞത് റെജീം ചേഞ്ച് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ റെജീം ചേഞ്ച് എന്ന് തന്നെയുള്ളൊരു സംഗതി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സമാനമായ ലക്ഷ്യം വെച്ച് അമേരിക്ക നടത്തിയ യുദ്ധമായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം എന്ന് പറയുന്നത്. 2001 മുതൽ 2021 വരെ ദീർഘമായ 20 വർഷക്കാലം $2.5 ട്രില്യൺ അതിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ വേറെയുണ്ട്. അപ്പം $2.5 ട്രില്യൺ ചെലവഴിച്ച് 20 വർഷക്കാലം യുദ്ധം ചെയ്തിട്ട് എന്താ സംഭവിച്ചത്? എന്തിനാ യുദ്ധം? ടു റീപ്ലേസ് താലിബാൻ. ഡൺ. അങ്ങനെയാണ് റീപ്ലേസ് ചെയ്തത്. താലിബാൻ ഈസ് റീപ്ലേസ്ഡ് ബൈ മോർ പവർഫുൾ താലിബാൻ എന്നുള്ളതാണ്. താലിബാനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം അവസാനിക്കുന്നത് 20 വർഷം കഴിഞ്ഞിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നേരത്തതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു താലിബാനെ അവിടെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. ഇത് വങ്കത്തരം എന്നല്ലാതെ മണ്ടത്തരം എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. പക്ഷെ അമേരിക്ക ഇത്രയും ഭീകരമായ മടയത്തരം ചെയ്തിട്ട് ഇവർ മണ്ടന്മാരാണെന്ന് ആരും പറയുന്നില്ലല്ലോ. അമേരിക്ക ഭയങ്കര സംഭവമാണെന്നല്ലേ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കില്ല, ഇതിൽ ഈ ഒരൊറ്റ സംഭവത്തിലെ മണ്ടത്തരം ആലോചിച്ച് നോക്കുക. 20 വർഷം ദീർഘമായ 20 വർഷം ഒരു രാജ്യം, അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ നാറ്റോ കൂടെ ഉണ്ട്, അവർ യുദ്ധം ചെയ്യുകയാണ്. ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഒരു റാഗ് ടാഗ് മിലീഷ്യ എന്ന് പറയാവുന്ന ഒരു മിലീഷ്യ ഗ്രൂപ്പിനോടാണ്. അവർക്ക് ഇപ്പം ഇറാനും
അമേരിക്ക നമ്മൾ യുദ്ധത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇറാൻ്റെ എയർ സുപ്പീരിയറിറ്റി ഇല്ല ഇറാന്, എയർ സുപ്പീരിയറിറ്റി അമേരിക്കക്കാണ് എന്നാണ്. അങ്ങനെ ഒരു എയർ സുപ്പീരിയറിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാനെങ്കിലും പറ്റും. കാരണം ഇറാൻ എയർഫോഴ്സ് ഉണ്ട്, അവർക്ക് പഴയതാണെങ്കിലും കുറച്ച് വിമാനങ്ങളും സംഗതികളും, അവർക്ക് ഒരു എയർഫോഴ്സും എല്ലാം ഉണ്ട്. ഈ താലിബാൻ എന്ന് പറയുന്ന സംവിധാനത്തിന് അങ്ങനെ പരിപാടിയില്ല. ഒരു ഹെലികോപ്റ്റർ പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഘത്തോടാണ് ലോകത്തെ ഏറ്റവും എയർ സുപ്പീരിയറിറ്റി ഉള്ളൊരു ഫോഴ്സ് 20 വർഷം യുദ്ധം ചെയ്യുന്നു. എന്നിട്ടൊരു ബെറ്റർ താലിബാനെ അവർ റീപ്ലേസ് ചെയ്യുന്നു, മോർ പവർഫുൾ താലിബാനെ അവിടെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? റെജീം ചേഞ്ച് എന്ന് പറയുന്ന സംഗതി ആയുധം കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. എന്ന് മാത്രമല്ല, ഒരു ഐഡിയോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള, ആശയപരമായ ബലമുള്ള, സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ളൊരു ഫോഴ്സിനെ തോൽപ്പിക്കുക, ഒരു സംഘത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത് സാധ്യമല്ല. ഇപ്പം ഹമാസിൻ്റെ കാര്യം എടുക്കുക, ഗസയുടെ കാര്യം എടുക്കുക. ഇതേമാതിരി അവിടുത്തെ ലക്ഷ്യമായിരുന്നല്ലോ അവിടുത്തെ ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, ഹമാസിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക. നമുക്ക് 2 വർഷം അവിടെ മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യ സമുദായത്തിൻ്റെ ഭാവനയിൽ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ആക്രമണം, ബോംബിങ് അവിടെ നടത്തി. എന്താ സംഭവിച്ചത്? ഹമാസ് അങ്ങോട്ടങ്ങ് പോയോ? ഇപ്പോഴും ഹമാസിൽ ഗസ ഭരിക്കുന്ന ആരാണ്? ഹമാസ് തന്നെയാണ് ഭരിക്കുന്നത്. ഗസ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിക്കാർക്ക് ഇതുവരെ ഗസയിൽ കടക്കാൻ പോലും പറ്റിയിട്ടില്ല. അവരിതുവരെ അധികാരം ഏറ്റെടുത്ത്, അവർക്ക് അധികാരം കൈമാറാമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഗസയുടെ ഭരണം ആരുടെ കയ്യിലാണ്? ഹമാസിൻ്റെ കയ്യിൽ തന്നെയാണ്. അവരവിടെ തന്നെയുണ്ട്. അത് എവിടെയാണെന്ന് നോക്കണം. ഇസ്രായേലിൻ്റെ മുറ്റത്ത് ഇച്ചിരി പോയിരുന്നൊരു പ്രദേശത്ത് 2007 മുതൽ ഉപരോധത്തിൽ കഴിയുന്ന ഒരു പ്രദേശത്ത് അവിടെ എന്ന് പറഞ്ഞൊരു വലിയ ജയിലാണത്. ആ ജയിലിനോടാണ് ഇസ്രായേൽ ഇത്രയും ഭീകരമായ യുദ്ധം ചെയ്ത്. ഒന്നും നടന്നിട്ടില്ല. കുറേ മനുഷ്യരെ കൊല്ലാൻ പറ്റി, കുറേ കുഞ്ഞുങ്ങളെയും രോഗികളെയും വൃദ്ധരെയും ഒക്കെ കൊല്ലാൻ പറ്റി. ഇത് ആർക്കും പറ്റുന്നതാണ്. ഒരു നല്ല വെട്ടുകത്തിയുള്ള ഒരാൾക്ക് ഒരുപാട് ആളുകളെ കൊല്ലാൻ പറ്റില്ലേ? പക്ഷെ അങ്ങനെ കൊന്നതുകൊണ്ട് എന്ത് കാര്യം? എന്താണ് ഇതിൽ ലക്ഷ്യം? എന്താണ്? അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇറാൻ എന്ന് പറയുമ്പോൾ ഇറാൻ ഒരു ഐഡിയോളജിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിൽക്കുന്ന 1979 വിപ്ലവം, ആ വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ ദീർഘമായിട്ടുള്ള പരീക്ഷണങ്ങൾ, വലിയ അനുഭവ പരിചയമുള്ള ഒരു രാജ്യമാണത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇറാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. 79 വിപ്ലവത്തിന് ശേഷം 89 വരെ ആ രാജ്യം യുദ്ധത്തിലായിരുന്നു. ആരോടാണ് യുദ്ധം? ഇറാൻ ഇറാഖ് യുദ്ധം എന്നാണ് അത് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇറാഖിനെ കൊണ്ട് അമേരിക്ക യുദ്ധം ചെയ്യിപ്പിച്ചതാണ്. അമേരിക്ക ഇറാഖിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന അറബ് രാജ്യങ്ങളെല്ലാം ഇറാഖിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കണക്കിന് സോവിയറ്റ് യൂണിയൻ പോലും ഉണ്ടായിരുന്നു. അതൊരു വിചിത്ര ചരിത്രത്തിലെ ഒരു കൗതുക സംഭവമാണത്. ഒരേ സമയം സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയും അമേരിക്കയുടെ പിന്തുണയും ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയും എല്ലാം അന്ന് സദാം ഹുസൈൻ ഇറാഖിനുണ്ടായിരുന്നു. അതിനോടാണ് ആര് യുദ്ധം ചെയ്യുന്നത്? ഇന്നലെ പിറന്നൊരു രാജ്യമാണ് അന്ന് ഇറാൻ എന്ന് പറയുന്നത്. 79 ഇറാൻ എന്ന് പറയുന്നത് അതിൻ്റെ ബഡിങ് സ്റ്റേജ്, ഇൻഫൻറ്റൈൽ സ്റ്റേജിലുള്ള ഒരു രാജ്യമാണ്. അവർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും രൂപപ്പെട്ടു വന്നിട്ടില്ല. ആ സമയത്താണ് അവർ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. പക്ഷെ അതിനെ അതിജയിച്ച അതിൻ്റെ അനുഭവ പരിചയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതിലേറ്റവും കൂടുതൽ പാഠം പഠിക്കേണ്ടിയിരുന്നൊരു ഭരണകൂടം ആരാന്ന് വെച്ചാൽ അമേരിക്കൻ ഭരണകൂടമായിരുന്നു. അന്നത്തെ ഒരു സംഭവമുണ്ട്. 1900 അമേരിക്കൻ എംബസി സീജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ഈ വിപ്ലവകാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾ, ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഉപരോധിക്കുകയാണ്. 444 ദിവസമാണ് ഉപരോധിക്കുന്നത്. 444 ദിവസം. ആ ഉപരോധം അവസാനിപ്പിക്കാനും അവിടെ കുടിയിരിക്കുന്ന 50-ലേറെ അമേരിക്കൻ പൗരന്മാരെ, എംബസി ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താനും ഈ ദിവസങ്ങളിലെല്ലാം അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അമേരിക്കൻ ഹിസ്റ്ററിയിലെ, മിലിറ്ററി ഹിസ്റ്ററിയിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, ഏറ്റവും അതിന് പറയാം, സ്പിരിറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജിമ്മി കാർട്ടർ ആയിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. 80-ലെ ജിമ്മി കാർട്ടറുടെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എംബസി സീജാണ്. എംബസി സീജിനെ അതിനെ മറികടക്കുന്നതിൽ അമേരിക്ക നേരിട്ടുള്ള പരാജയമാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സീജ് പൊളിച്ചിട്ട് എംബസിക്കകത്തുള്ള ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ ഡെസേർട്ട് 1 എന്ന പേരിലാണ് ആ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. അതിൽ അവരുടെ ഏറ്റവും ദ മോസ്റ്റ് എലീറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഡെൽറ്റ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കൻ നേവി, അമേരിക്കൻ ആർമി, എയർഫോഴ്സ് എല്ലാവരും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സമാനത നമുക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉസാമ ബിൻ ലാദനെ കൊല്ലാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സമാനമായിട്ടുള്ള ഓപ്പറേഷനാണ്. 8 ഹെലികോപ്റ്ററുകൾ പുറപ്പെടുകയാണ് ഇവിടേക്ക്, എംബസിയിലേക്ക്. അത് അവിടെ
ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തകർന്നു വീഴുന്നു. ഹെലികോപ്റ്ററിൽ നല്ലൊരു ശതമാനം 2 ഹെലികോപ്റ്റർ കൊളയിടിയുന്നു, പിന്നെ മണൽക്കാറ്റുണ്ടാകുന്നു. എനിവേ അവർ 8ഓളം മറീനുകൾ കൊല്ലപ്പെടുന്നു, ഓപ്പറേഷൻ നിർത്തിവെക്കേണ്ടി വരുന്നു, പരാജയപ്പെട്ട് മടങ്ങിപ്പോരേണ്ടി വരുന്നു. പിന്നെ ഹെലികോപ്റ്ററുകൾ ഈ മരുഭൂമിയിൽ ഈ സംഘത്തിൽപ്പെട്ട ഏതാണ്ട് എല്ലാ ഹെലികോപ്റ്ററും തകരുകയോ മരുഭൂമിയിൽ അവിടെ നിശ്ചലമാവുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി. ആ സംഭവം അങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഇറാനിയൻ നേതൃത്വം പോലും അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട്, ഇങ്ങനൊരു ഓപ്പറേഷൻ നടക്കുമായിരുന്നു, അത് വഴിയെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഇമാം ഖുമൈനി നാഷണൽ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ഒറ്റ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ചരിത്രമാണ് ഇറാൻ. അന്നത്തെ ആ ഹെലികോപ്റ്ററിൽ ഇന്ന് ടെഹ്റാനിലെ വാർ മ്യൂസിയത്തിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അന്ന് തകർക്കപ്പെട്ട ഹെലികോപ്റ്ററുകൾ. അദ്ദേഹം ഖുർആനിലെ ഒരു സൂക്തം ഓതുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ്റെയും മുമ്പ് കഅബ തകർക്കാൻ വന്നിട്ടുള്ള ഒരു യമനിൽ നിന്നുള്ള സംഘം പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അലം യജ്അൽ കൈദഹും ഫി തദ്ലീൽ എന്ന് പറയുന്ന ഒരു ഖുർആൻ വാക്യമുണ്ട്. അവരുടെ തന്ത്രങ്ങളെ നാം പുകയാക്കി കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്ന ആ ഖുർആൻ സൂക്തം ഇദ്ദേഹം നാഷണൽ ടെലിവിഷനിൽ വന്നിട്ട് ആ ഒരു സൂക്തം ഉച്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഈ ഇറാനിയൻ അവരുടെ ഒരു മെമ്മറിയിൽ ഇറാനിയൻ നാഷണൽ റെസിലൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനകത്ത് ഒരു വലിയ അവർക്ക് ശക്തി സ്രോതസ്സായിട്ടുള്ളൊരു സംഭവമാണ്. അവരതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ദൈവികമായ ഇടപെടലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് സംഭവിക്കുന്ന 80-ലാണെന്ന് ഓർക്കണം. വിപ്ലവം നടന്ന് തൊട്ടടുത്ത വർഷം. അതിനുശേഷം ദീർഘമായിട്ടുള്ള യുദ്ധം, ഇറാഖുമായിട്ടുള്ള യുദ്ധം. ഇങ്ങനെ അന്ന് ഇറാൻ ഒറ്റയ്ക്കാണ്. ഇന്ന് ഇറാനെ ഇൻ്റലിജൻസ് ഔട്ട്പുട്ടിനെങ്കിലും റഷ്യ സഹായിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അന്ന് ഇറാൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ഒറ്റയ്ക്കാണ്. ഒരാൾ പോലും. അന്ന് ശീതയുദ്ധം നടക്കുന്ന കാലമാണ്. ഈ അമേരിക്കൻ ആക്സസും ഉണ്ട്, ഇപ്പുറത്ത് സോവിയറ്റ് ആക്സസും ഉണ്ട്. ഒരു ഭാഗത്തു നിന്ന് ഒരു സഹായം ലഭിക്കാതെ എഗൻ ഒരു ഇൻഫൻറ്റൈൽ പീരിയഡിലുള്ളൊരു രാജ്യം. അതിനെ മറികടന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിലൂടെ കടന്നു വന്നവരാണ് ഈ അലി ഖാംനയെ പോലുള്ള ലീഡർഷിപ്പ് തന്നെ. അന്ന് ഈ അലി ഖാംനയി ഫ്രണ്ട് ലൈനിൽ പോയി യുദ്ധം ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡറായിരിക്കുമ്പോൾ തന്നെ ഒരു മിലിറ്ററി ലീഡറും കൂടിയാണ്. IRGC എന്ന് പറയുന്ന ആ സംവിധാനത്തെ അതിനെ ഫോം ചെയ്ത മനുഷ്യനാണ്, അതിനെ രൂപപ്പെടുത്തിയ മനുഷ്യനാണ്. ആ ഒരു ലീഡർഷിപ്പ് എക്സ്പീരിയൻസും ഇറാനിയൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരുടെ അവരുടെ മിലിറ്ററി എക്സ്പീരിയൻസ്, അവരുടെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് അതൊരു വശത്ത് വെക്കുക. ഇന്നത്തെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ട്രംപിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇത് വളരെ പ്രധാനമാണല്ലോ. അത് നമ്മളത് കമ്പയർ ചെയ്തു. അങ്ങനൊരു താരതമ്യം പോലും സാധ്യമല്ല. ആ നിലയ്ക്ക് ഇതൊരു അസമെട്രിക് വാറാണെന്ന് ഞാൻ പറയാം. യുദ്ധം എന്ന് പറഞ്ഞാൽ കുറേ ആയുധങ്ങൾ, മിലിറ്ററി അസറ്റ്, കുറേ മിലിറ്ററി ഹാർഡ്വെയർ, അത് വെച്ചൊരു കളി മാത്രമല്ല. പൊളിറ്റിക്കൽ ഐഡിയോളജി അതിന് വളരെ പ്രധാനമാണ്. സൊസൈറ്റിയുടെ സ്ട്രക്ചർ അതിന് പ്രധാനമാണ്. അവരുടെ സ്പിരിറ്റ് അതിൽ പ്രധാനമാണ്. ഇങ്ങനെ അവരുടെ മൊറയിൽ പ്രധാനം, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു സമൂഹമേ അല്ല ഇറാൻ സമൂഹം എന്ന് പറയുന്നത്. പരാജയപ്പെടുത്താൻ പറ്റുന്നൊരു സമൂഹമേ അല്ല. അവരുടെ അനുഭവം എന്ന് പറയുന്നത് ഏതോ ദീർഘമായ ഭൂതകാലത്തെ അനുഭവമല്ല, വളരെ റീസെൻറ്റ് ഹിസ്റ്ററിയിൽ അവർ കടന്നു വന്നുള്ള അനുഭവങ്ങളുണ്ട്. അത് വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു കൈനറ്റിക് പവർ ആയിട്ട് ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതിനോട് ഒരു സെമി ലുനാറ്റിക് എന്ന് പറയാവുന്ന ഒരു മനുഷ്യൻ പോയിട്ട് കുറേ ബോംബ് അവിടെ ഇടുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ഇറാൻ പ്രതിരോധിക്കുന്ന രീതി ഒരുപക്ഷെ ഏകൻ ചരിത്രത്തിലെ വിസ്മയപരമായുള്ളൊരു കാഴ്ചയാണ്. അവർ ലോകത്തെ തന്നെ ഇതിൻ്റെ ഭാഗമാക്കുകയാണ്. ഞങ്ങൾ മാത്രം, ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന യുദ്ധമല്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് കുടുങ്ങുന്നൊരു യുദ്ധമല്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് IRGCയുടെ കമാൻഡർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇഫ് യു വാണ്ട് റെജീം കൊലാപ്സ് വി വിൽ മേക്ക് റീജിയൻ കൊലാപ്സ്. റെജീം കൊലാപ്സ് എന്നുള്ളത് മാത്രമായി സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ റീജിയൻ തന്നെ കൊലാപ്സ് ആവും. അത് റീജിയൻ മാത്രമല്ല, ലോകം മൊത്തം. അതാണ്ട് നിങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കഞ്ഞികൂടി മുട്ടും എന്ന അവസ്ഥയിലേക്ക് യുദ്ധത്തിൻ്റെ ഡൈനാമിക്സ് മാറ്റാൻ 10 ദിവസം കൊണ്ട് ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ട്രംപിന് പാളിയിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ ലോകത്താകമാനം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? രണ്ടാമത്തെ കാര്യം, ഈ ഗൾഫ് റീജിയണിൽ അസ്വസ്ഥതകളും അതോടൊപ്പം തന്നെ ആക്രമണങ്ങളും ഇറാൻ ഉണ്ടാക്കുമെന്നുള്ള കാര്യവും ട്രംപിന് അറിയുമായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്? ഈ ട്രംപിനോട് സംസാരിക്കുമ്പോൾ, ട്രംപിനോട് ഇടപെടുമ്പോൾ ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ഇപ്പോൾ പലരും പറയുന്നുണ്ട്, മുമ്പും പലരും പറയാറുണ്ട്. ഈ ഇറാൻ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ളത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ കാര്യമല്ല, അത് രഹസ്യമല്ല, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ആക്രമിച്ചാൽ
അമേരിക്കയുമായി ബന്ധമുള്ള സകല അയൽ രാജ്യങ്ങളെയും അടക്കം ഞങ്ങൾ ആക്രമിക്കും, അങ്ങനെയായിരിക്കും ഞങ്ങളുടെ യുദ്ധമെന്ന് പരസ്യമായി പല രീതിയിൽ പരസ്യമായ പ്രഭാഷണങ്ങളിൽ തെരുവ് പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇറാനെതിരെ യുദ്ധത്തിനാണ് ട്രംപ് പുറപ്പെട്ടത്. 14 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു യുദ്ധമായി ഇത് മാറി. ഒരു രാജ്യത്തെ 4 ദിവസം കൊണ്ട് തീർക്കാനാണ് ശ്രമിച്ചത്. നമ്മൾ 14 ദിവസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ ഇത് നേരത്തെ അറിയാമായിരുന്നു വെച്ചാൽ അറിയാമായിരുന്നു, ഇറാൻ പറഞ്ഞതുപോലെ ഇറാൻ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ ബാക്കി കൂടെ കേൾക്കുകയാണ്. എവിടെയാണ്? ദുബായ് എയർപോർട്ടിൽ വന്ന് ഡ്രോണുകൾ പതിക്കുകയാണ്. ദുബായ് എന്ന് പറഞ്ഞാൽ ഗൾഫിൻ്റെ എപ്പി സെൻറ്ററാണ്. ദുബായ് വരെ സാധനങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഒരു തരത്തിലും പശ്ചിമേഷ്യയിലെ എല്ലാ സാഹചര്യങ്ങളെയും സ്റ്റാൻഡ് സ്റ്റില്ലാക്കി പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആയിക്കഴിഞ്ഞു. പിന്നെയുള്ള യുദ്ധം ഇപ്പോൾ ഇറാനിൽ മാത്രമല്ല നടക്കുന്നത്, ഹോർമൂസ് കടലിടുക്കിലേക്ക് യുദ്ധം മാറിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഒരു കപ്പലെങ്കിലും കടക്കാനാകുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കപ്പൽ പോലും ചലിപ്പിക്കില്ല എന്ന് പറയുന്നു. അവിടെ യുദ്ധം നടക്കുന്നു. 14 ഇറാൻ്റെ ബോട്ടുകൾ അമേരിക്ക തകർത്തു പറയും. ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. പക്ഷേ ഇറാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല, ഇറാൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത്. എവിടെ വേണമെങ്കിലും മിസൈൽ നേരത്തെ വെച്ചിട്ട് അടിച്ചാൽ മതി, അങ്ങനെ ചെയ്യാം. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ചൈനയുടെ കപ്പലുകൾ പോകുന്നുണ്ട്. 11.5 മില്യൺ ബാരൽ ഓയിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ലോകത്ത് വേറെ ആർക്കും പക്ഷേ ഒരു കപ്പലും ഹോർമൂസ് കടലിടുക്ക് വഴി കടക്കാനാവില്ല. ഇതാണ് ഇതിനകത്ത് ഈ യുദ്ധത്തിനകത്ത് ഒരു അസിമെട്രി എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കുക. അപ്പോൾ ചൈനയ്ക്ക് എണ്ണ കൊടുക്കാതിരിക്കാനും ചൈനയെ ബുദ്ധിമുട്ടിലാകാനൊക്കെയാണ് ഈ യുദ്ധത്തിൻ്റെ വേറൊരു വിദൂര ലക്ഷ്യമായി പറഞ്ഞിരുന്നത്. അതുപോലും നടക്കുന്നില്ല. ഇത് മാത്രമല്ല, ഇന്നലെ വളരെ രസകരമായ വേറൊരു സംഭവം ഉണ്ടായത്. വൈറ്റ് ഹൗസ് സോഴ്സസിൽ നിന്ന് ഒരു ട്വീറ്റ് വന്നു. അത് ഊർജ്ജ സെക്രട്ടറിയുടെ ട്വീറ്റാണ്. ആ ഊർജ്ജ സെക്രട്ടറി ട്വീറ്റ് പറയുന്നത്, അമേരിക്കൻ ഓയിൽ ടാങ്കർ അമേരിക്കൻ പടക്കപ്പലുകളുടെ സഹായത്തോടു കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു പറഞ്ഞ ട്വീറ്റ് വന്നു. ഈ ട്വീറ്റ് വന്നു പെട്ടെന്ന് എണ്ണവില, ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് പെട്ടെന്ന് എണ്ണവില താഴേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര രസകരമായി തോന്നി. ആദ്യമായി അങ്ങനെയാണെങ്കിൽ വലിയ സംഭവമാണ്. ഇത്രയും വലിയ സന്നാഹങ്ങളുണ്ടായിട്ടും അമേരിക്കൻ പടക്കപ്പൽ ഇതിനെ കടത്തുകയാണ്. ഈ സമയത്ത് ഇറാൻ്റെ സ്പീക്കർ, പാർലമെൻറ്റ് സ്പീക്കർ ഒരു 15 വാക്കുള്ളൊരു ട്വീറ്റ് ഇട്ടു. അത് ഇങ്ങനെയാണ്: ആൻ ഓയിൽ ടാങ്കർ ക്രോസ്ഡ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എസ്കോർട്ടഡ് ബൈ US നേവി ഷിപ്സ് (?) മേ ബി ഓൺ എ പ്ലേ സ്റ്റേഷൻ. നിങ്ങൾ പറയും വീഡിയോ ഗെയിം കളിച്ചതായിരിക്കും എന്നാണ് പറയുന്നത്. 5 മിനിറ്റിനകം അമേരിക്ക ട്വീറ്റ് പിൻവലിച്ചു. ഈ ഇറാൻ സ്പീക്കറുടെ ട്വീറ്റിന് 1 മില്യൺ വ്യൂസാണ്, 4700 റീട്വീറ്റുകളാണ്, 21 ലക്ഷം ലൈക്കുകളാണ്. അമേരിക്കയുടെ വലിയ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, പെർസെപ്ഷൻ വാർ കൂടെയാണ്. ഒന്നുമില്ലാതെ ഒരു ട്വീറ്റ് അമേരിക്കയുടെ എന്താ പറയുക, ഈ അവരുടെ ചരിത്രത്തിൽ ഈ യുദ്ധം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്ത, ഏറ്റവും കൂടുതൽ ആളുകൾ റീപോസ്റ്റ് ചെയ്തൊരു ട്വീറ്റാണ്. അമേരിക്കയുടെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു പോകുന്നതിൻ്റെ വേറൊരു ഉദാഹരണം കൂടിയാണ് ഞാനീ പറഞ്ഞത്. ഒരു കണക്കുകൂട്ടലും ഇല്ലാതെ ഈ കാര്യങ്ങൾ അമേരിക്കയുടെ ഊർജ്ജ സെക്രട്ടറി ട്വീറ്റ് ചെയ്യാണ്. എന്നിട്ട് അവസാനം പറഞ്ഞതെന്നറിയാമോ? ഒരു ഇൻറ്റേൺ, അവിടെയുള്ള ഒരു ലോ ലെവൽ ഇൻറ്റേൺ അവർ ചെയ്തതാണ് ഇങ്ങനെ. പണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഓർമ്മയില്ലേ, പുള്ളിക്ക് സീറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ഞാൻ ഈ പണിക്കില്ല എന്ന് പറഞ്ഞ സാധനം പുള്ളിയും പറഞ്ഞത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഇൻറ്റേൺ ചെയ്ത പണി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അന്ന് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഇൻറ്റേണാണ് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഊർജ്ജ സെക്രട്ടറിക്ക് അവസാനം ട്വീറ്റ് പിന്നിലേക്ക് കൊണ്ടു. ഏതാ? ഹോർമൂസ് കടലിൽ ഞങ്ങളൊരു കപ്പൽ കടത്തിയെന്ന് പറയുക, അത് വൈറ്റ് ഹൗസ് അക്നോളജ് ചെയ്യുക, അവസാനം ഇറാൻ്റെ സ്പീക്കർ അത് കളിയാക്കി കഴിയുമ്പോഴത്തേക്ക് പിൻവലിച്ചുകൊണ്ട് ഓടുക. ഇതാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്നത് ഈ മിസൈലുകളും ഇറാൻ്റെ ഗൺ ബോട്ടുകൾ മാത്രമല്ല യുദ്ധത്തിലുള്ളത്, മൈനുകൾ ലേ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. 2 ഡസനിലധികം മൈനുകൾ ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ നിരത്തി കഴിഞ്ഞു. അടുത്തത് കൂടുതൽ മൈനുകൾ നിരത്താനുള്ള ഇറാൻ്റെ കപ്പലുകളും സംവിധാനങ്ങളും 90% ഇൻടാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നു കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ അർത്ഥത്തിൽ പറയാം. കാരണം ദുബായ് എയർപോർട്ടിൽ ഒരു ഡ്രോൺ വന്ന് വീണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി ഒരു കപ്പലിന് പോലും കടക്കാനാവില്ല എന്ന് പറഞ്ഞതും ഞങ്ങൾ കടത്തിയെന്ന് പറഞ്ഞ ട്വീറ്റ് പിൻവലിക്ക് വരികയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ അതിലും നടക്കേടാണ്. മൈനുകൾ ഹോർമൂസ് കടലിടുക്കിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അത് ഇട്ടയാക്കുന്നതിനെ തിരിച്ചിടണമെങ്കിൽ സമയമെടുക്കും. ഈ യുദ്ധം വളരെ വലിയ കാലത്തേക്ക് നീളാൻ പോകുന്നതിൻ്റെയും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ബാക്കിയുള്ള എല്ലാവരെയും കൊണ്ടുപോയി കുരുക്കിയതിൻ്റെയും പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്.
വളരെ ആപൽക്കരമായ സിറ്റുവേഷനാണ്. ഇറാൻ ജയിക്കുമോ അമേരിക്ക ജയിക്കുമോ എന്നുള്ളതല്ല, അമേരിക്ക പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യം പോലും നടപ്പിലാക്കാൻ പറ്റാതെ അമേരിക്ക പോയി കുരുങ്ങുകയാണ്. അത് തമാശ, ഇത് ഞങ്ങൾ ചെയ്യുമെന്ന് 5, 6, 7 മാസം മുമ്പേ ഇറാൻ പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും നേരത്തെ ദാവൂദ് പറഞ്ഞതുപോലെ ട്രംപിനിത് മനസ്സിലായില്ല, അമേരിക്കയ്ക്ക് ഇത് മനസ്സിലായില്ല, അമേരിക്കയിലെ ബുദ്ധിരാഷ്ട്രന്മാർക്ക് ഇത് പിടിയേ കിട്ടിയില്ല. ഇതാണ് സ്ഥിതി.